ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി തിരൂർ നിയോജക മണ്ഡലത്തിലെ ഹെൽത്തി കേരള ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. തിരൂർ സിവിൽ സ്റ്റേഷൻ വേദിയായ പരിപാടിയുടെ ഭാഗമായി നടന്ന ഹെൽത്ത് എക്സ്പോ കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. തിരൂർ RDO ദിലീപ് കൈനിക്കര മുഖ്യ അതിഥിയായി പങ്കെടുത്തു. വളവന്നൂർ ജില്ലാ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുൽ സലാം ഷഹീർ മുഖ്യ പ്രഭാഷണം നടത്തി. ആയുഷ് വകുപ്പിലെ വിവിധ പ്രതിനിധികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി ജീവിതശൈലി രോഗനിർണയം, ഹെൽത്ത് കാർഡ് വിതരണം, പൊതുജനങ്ങൾക്ക് ഹെൽത്ത് ചെക്കപ്പ്, ഫുഡ് എക്സ്പോ, ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ ക്ലിനിക്കൽ യോഗ ടീമിന്റെ സൂര്യനമസ്കാരം, യോഗ ഡാൻസ്, ചെയർ യോഗ എന്നിവയും നടന്നു. പരിപാടിയോടനുബന്ധിച്ച് തിരൂർ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം വേദിയായി യോഗാ പ്രദർശനവും സംഘടിപ്പിച്ചു. ഡോക്ടർ സിറാജുദ്ദീൻ സ്വാഗതം പറഞ്ഞു. തിരൂർ മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൻവർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മഞ്ജുഷ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ പിങ്കി വിഷയാവതരണം നടത്തി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബൂബക്കർ, കൗൺസിലർ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, ആംസ്ട്രോങ് യോഗ ക്ലബ് പ്രതിനിധി KP പ്രേമൻ, മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണൽ പ്രതിനിധി KK റസാഖ് ഹാജി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഡോക്ടർ അഷ്കർ നന്ദിയും പറഞ്ഞു. യോഗ പരിശീലനത്തിന് ISM പ്രോജക്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജുബൈർ നേതൃത്വം നൽകി. ആംസ്ട്രോങ് യോഗ ക്ലബ് ഉൾപ്പെടെ വിവിധ ആരോഗ്യ കായിക പ്രവർത്തകർ പങ്കെടുത്ത മാസ് യോഗ പ്രദർശനം ശ്രദ്ധേയമായി. ആരോഗ്യകരമായ ആഹാരരീതിയും ജീവിതശൈലിയും ജനങ്ങളിലേക്ക് എത്തിക്കുക, വകുപ്പിന്റെ സേവനങ്ങളെ കൂടുതൽ ജനകീയമാക്കുക എന്നിവയായിരുന്നു ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂർ.